ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology, near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെ വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനർഖ സനൽ. പ്രധാന വാർത്തകൾ. കിഴക്കൻ വനമേഖലയിൽ വ്യാജമദ്യവും കഞ്ചാവും സുലഭം. കറവൂരിൽ 1000 ലിറ്റർ കോട പോലീസ് പിടികൂടി. പുനലൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം ആവശ്യപ്പെട്ട് സാംസ്കാരിക സമിതി സമരത്തിൽ. 1ാം ഘട്ട ഒപ്പുശേഖരണത്തിൽ ആയിരങ്ങൾ പങ്കാളികളായി. അഞ്ചൽ വക്കമുക്ക് കലാകേരളി സാംസ്കാരിക വേദി പച്ചക്കറി കൃഷിയിലേക്ക്. സമൂഹത്തിന് മികച്ച സന്ദേശം നൽകിയാണ് പച്ചക്കറി കൃഷിയുടെ ലക്ഷ്യം. കറവൂർ ചെന്നക്കാമൺ വനമേഖലയിൽ പത്തനാപുരം പോലീസ് നടത്തിയ റെയ്ഡിൽ 1000 ലിറ്റർ കോട പിടിച്ചെടുത്തു. ബാറുകൾ പൂട്ടിയതോടെ കിഴക്കൻ മലയോര മേഖലയിൽ വ്യാജ വാറ്റുക സംഘങ്ങൾ സജീവമാവുകയാണ്.
കൊല്ലം റൂറൽ എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വനമേഖലയിൽ പരിശോധന നടത്തിയത്. 500 ലിറ്ററിന്റെ ടാങ്കിലും 2 വീപ്പകളിലുമായാണ് കോടകൾ സൂക്ഷിച്ചിരുന്നത്. പിടിച്ചെടുത്ത കോട നശിപ്പിച്ച ശേഷം വാറ്റുപകരണങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. പോലീസിനും എക്സൈസിനും എത്തിപ്പെടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് വ്യാജവാറ്റ് സംഘങ്ങൾ സജീവമാകുന്നത്. ഇവിടെ പലയിടങ്ങളിലും വ്യാജവാറ്റ് നടക്കുന്നതായി പോലീസിന് മുൻപും വിവരം ലഭിച്ചിട്ടുണ്ട്. പത്തനാപുരം സിഐ ആർ ബൈജുകുമാർ, SI MG വിനോദ് കുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ അനിൽകുമാർ, ബാബുരാജ്, സന്തോഷ്, ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ലൈവ് വാർത്ത പത്തനാപുരം. കിഴക്കൻ മലയോര മേഖല കേന്ദ്രീകരിച്ച് വ്യാജമദ്യത്തിന്റെയും കഞ്ചാവിന്റെയും വിൽപ്പന വ്യാപകമാകുന്നു. കഞ്ചാവ് വിൽപ്പനയ്ക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ഇടനിലക്കാരാക്കുന്നതായും ആക്ഷേപം. കറവൂർ ചന്നക്കാമൺ വനമേഖല കേന്ദ്രീകരിച്ചാണ് വ്യാജമദ്യ വിൽപ്പന വ്യാപകമാകുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ 1000 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പോലീസ് പിടികൂടിയിരുന്നു. കലഞ്ഞൂർ, മുള്ളുനിരപ്പ്, ഉടയൻചിറ, വാഴപ്പാറ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന വ്യാപകമാകുന്നതായും പരാതി ഉയരുന്നുണ്ട്. കഞ്ചാവ് വിൽപ്പനയ്ക്ക് ഇടനിലക്കാരാകുന്നത് കൂടുതലും വിദ്യാർത്ഥികളാണത്രേ. കഞ്ചാവ് സൂക്ഷിക്കുന്ന വീടുകളിലെത്തിയാൽ തീർത്തും അവശ്യ നിലയിലെത്തിയ വൃദ്ധജനങ്ങളെ മാത്രമാവും കാണാൻ കഴിയുക. ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങി ചില്ലറ വിൽപ്പന നടത്തുന്നവരും കുറവല്ല. എന്നാൽ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിനോ എക്സൈസിനോ ഇനിയും കഴിഞ്ഞിട്ടില്ല. പ്രദേശത്തെ വ്യാജമദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ഒഴുക്ക് തടയാൻ സന്നദ്ധ സംഘടന രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് പ്രദേശവാസികൾ. ലൈവ് വാർത്ത പത്തനാപുരം. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള ഇടമൺ 34 ജംഗ്ഷനിലെ കൺസ്യൂമർ സ്റ്റോറും വളം ഡിപ്പോയും വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റോറിന്റെ ഉദ്ഘാടനം മുൻ ബാങ്ക് പ്രസിഡന്റ് M. ഡാനിയൽ നിർവഹിച്ചു. കഴിഞ്ഞ 6 മാസക്കാലമായി പൂട്ടിയിട്ടിരുന്ന സ്റ്റോറിന്റെ പ്രവർത്തനം കഴിഞ്ഞ 1.5 വർഷക്കാലമായി കാര്യക്ഷമമല്ലായിരുന്നു. LDFന്റെ ഭരണകാലത്ത് കാര്യക്ഷമമല്ലാത്ത സ്റ്റോറിന്റെ ഭരണം UDF ഏറ്റെടുത്ത് സ്റ്റോർ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. വ്യാഴാഴ്ച പകൽ 10 മണിക്ക് സ്റ്റോറിന്റെ ഉദ്ഘാടനം ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് M. ഡാനിയൽ നിർവഹിച്ചു. സാധാരണക്കാരെ വളരെയേറെ തിരിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം. അതുകൊണ്ട് അവർക്ക് വളരെ ഗുണകരമായ ഒരു സേവനം നൽകുന്ന സ്ഥാപനമാണ് ഈ കൺസ്യൂമർ സ്റ്റോർ. കൺസ്യൂമർ സ്റ്റോർ സാധാരണ വ്യാപാരത്തിന് പുറമെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പ്രത്യേക അവസരങ്ങളിലുള്ള ചന്തകൾ വളരെ നല്ല രീതിയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായി അത് നടക്കാതെ വരികയും ഇപ്പോൾ ബാങ്കിൻ്റെ ഭരണസമിതി അതിനെക്കുറിച്ച് ആലോചിക്കുകയും തുടർന്ന് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെ നടത്തണമെന്നവർ ഗൗരവമായി ആലോചിച്ചു. ഇത് നിർത്തലാക്കുന്നതിനെ സംബന്ധിച്ചും ഒരു ഘട്ടത്തിൽ നിർത്തലാക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന സന്ദേശം അവർ മനസ്സിലാക്കുകയും ജനങ്ങളുടെ സൌകര്യം കണക്കിലെടുത്ത് സ്റ്റോർ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത് സ്വാഗതാർഹമാണെന്ന് മുൻ പ്രസിഡന്റ് പറഞ്ഞു. ചടങ്ങിന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറുമായ K. ശശിധരൻ അധ്യക്ഷനായി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗമായ M. നസർ ഖാൻ ആദ്യ വിൽപ്പന നടത്തി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം R. സുഗതൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിതകുമാരി സുഗതൻ, ബാങ്ക് സെക്രട്ടറി MB ഷേർലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VM സലീം, ശ്യാമള സത്യൻ, വിജയകുമാരി, RSP നേതാവ് B. വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി പുനലൂർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. വ്യാഴാഴ്ച രാവിലെ മുതൽ വിദ്യാർത്ഥികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തിയാണ് സമരത്തിന്റെ 1ാം ഘട്ടം ആരംഭിച്ചത്. പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം പുനലൂർ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് JP ജോൺ നിർവഹിച്ചു. ഈ ഒപ്പുശേഖരണത്തിൽ പുനലൂർ ടൗൺ റെസിഡൻസ് അസോസിയേഷനും ഇതിനകത്ത് പങ്കുചേരുന്നുണ്ട്. അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പരിപാടി എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഒപ്പുശേഖരണത്തിൽ അസോസിയേഷൻ സെക്രട്ടറി ഖാൻ, സമരസമിതി ചെയർമാൻ AK നസീർ, കൺവീനർ AS റിയാസ്, ജോയിന്റ് കൺവീനർ അനീഷ് കുമാർ, സമരസമിതി അംഗങ്ങളായ ശ്രീകുമാരി, ഹരി, അഫ്സൽ, വിനോദ്, ഖാദർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണം നടത്തിയത്. പുനലൂർ പട്ടണത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വൻ പങ്കാളിത്തമാണ് ഒപ്പുശേഖരണത്തിന് ലഭിച്ചത്. പുനലൂർ ടൗണിൽ നടപ്പാത നിർമ്മിച്ചു നൽകുക, ടൗണിലെ റോഡിന് കട്ടകൾ പാകി വീതി കൂട്ടുക, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അടിയന്തരമായി നിർമ്മിച്ചു നൽകുക, ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക, വൺവേ സമ്പ്രദായം കാര്യക്ഷമമായി നടപ്പിലാക്കുക, ടൗണിലെ ഗതാഗതക്കുരുക്കിന് മുഖ്യ കാരണമാകുന്ന ഗോഡൌണുകൾ ടൗണിൽ നിന്നും മാറ്റി സ്ഥാപിക്കുക, മാർക്കറ്റിന്റെ ശോച്യാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സാംസ്കാരിക സമിതി സമരത്തിനിറങ്ങിയത്. 15 ദിവസത്തിനകം പുനലൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാരം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് സാംസ്കാരിക സമിതിയുടെ തീരുമാനം. ലൈവ് വാർത്ത, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ
മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്, പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442558870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കോട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ.
ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ഖബറടക്കം വ്യാഴാഴ്ച രാവിലെ രാമേശ്വരത്ത് നടന്നപ്പോൾ പത്തനാപുരം ഗാന്ധി ഭവനിൽ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ഗാന്ധി ഭവൻ പ്രവർത്തകരും അന്തേവാസികളും ദുഃഖസ്മരണയിൽ പങ്കുചേർന്നു. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം 2 മാസം മുൻപാണ് പത്തനാപുരം ഗാന്ധി ഭവനിൽ സന്ദർശനം നടത്തിയത്. ഇവിടെ നിന്നുള്ള സ്നേഹം അനുഭവിക്കാൻ ഇനിയും വരുമെന്നറിയിച്ചായിരുന്നു അബ്ദുൽ കലാം അന്ന് മടങ്ങിയത്. ഇവിടുത്തെ കുട്ടികളെയും വൃദ്ധജനങ്ങളെയും മറ്റുള്ളവരെയും സ്നേഹത്തോടെ സമീപിച്ച APJയുടെ വിയോഗം ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്കും പ്രവർത്തകർക്കും കടുത്ത വേദനയായി. ഫോട്ടോയ്ക്ക് മുന്നിൽ അന്തേവാസികളിൽ പലരും വിതുമ്പിക്കരയുന്ന കാഴ്ചയും ദൃശ്യമായിരുന്നു. രാമേശ്വരത്ത് നടന്ന സംസ്കാര ചടങ്ങുകൾ കാണാൻ ഗാന്ധി ഭവനിൽ ടിവിയും ക്രമീകരിച്ചിരുന്നു. ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നേതൃത്വത്തിൽ ഗാന്ധി ഭവൻ പ്രവർത്തകരും ദുഃഖസ്മരണയിൽ പങ്കുചേർന്നു. ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു അനുഭവമാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ നിയമ സംവിധാനങ്ങളെയും ഒക്കെ അദ്ദേഹം മാറ്റിവെച്ചിട്ട് ഇവിടുത്തെ അന്തേവാസികളുടെ ഇടയിലേക്ക് പോയി, ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയി. കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന്റെ മടിയിൽ കയറിയിരുന്നു, അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അതൊക്കെ നല്ലതുപോലെ ആസ്വദിച്ചുകൊണ്ട് ഇവിടുത്തെ ലഘുഭക്ഷണം കഴിച്ചു. ആ മനോഹര നിമിഷങ്ങൾ ഒരിക്കലും ഗാന്ധി ഭവൻ ഹൃദയത്തിൽ നിന്നും മായത്തില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വാളക്കോട് NSB വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെപ്പോലെ എത്താൻ കഴിയാത്തതിന്റെ പേരിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്ന് കണ്ട് അധ്വാനത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നതാണ്. ഇത് കുട്ടികളായിട്ടുള്ള നമ്മളെല്ലാം ശീലമാക്കി. ജില്ലാ പഞ്ചായത്ത് അടുത്ത ആഴ്ച NSC ഉൾപ്പെടെയുള്ള കുട്ടികളോട് ഞങ്ങളുടെ അഭ്യർത്ഥന പുറപ്പെടുവിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു സഹായം സ്വീകരിക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ജില്ലയിൽ തന്നെ ഞങ്ങൾ കണക്കെടുത്തപ്പോൾ ഡയാലിസിസ് വേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം 60,000 പേരാണ്. ഇപ്പൊ കുറച്ച് സൗകര്യം കിട്ടുന്നവരുടെ പേരിലേക്കാണ് ആളുകൾ വന്നത്. ഈ 60,000 ആളുകൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ജില്ലാ പഞ്ചായത്തിന് ലഭിച്ച 10 അവാർഡുകളിലും കൂടിയുള്ള തുക കൂട്ടി നോക്കിയപ്പോൾ 1.25 കോടി രൂപ അവാർഡ് തുകയുണ്ട്. ആ അവാർഡ് തുകയും ജില്ലാ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് വെച്ചുകൊണ്ട് 30 ഡയാലിസിസ് വിഷയങ്ങൾ സ്ഥാപിച്ച് 60,000 ആളുകൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതി ആരംഭിക്കും. കൊല്ലം ജില്ലയിലെ സ്കൂൾ കുട്ടികൾ 1 മാസം 1 രൂപ ഇതിന് സംഭാവന ചെയ്യണം എന്നാണ് ഞാൻ കുട്ടികളോട് പറയുന്നത്. 1 രൂപയുടെ മഹത്വമല്ല, അതിന്റെ മഹത്വം എന്ന് പറയുന്നത് കുട്ടി മനസ്സുകളിൽ തന്നെ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ കണ്ണുനീർ ഒപ്പാൻ വേണ്ടി വലിയ സഹായം ചെയ്യുക എന്ന ഒരു ചിന്ത കുട്ടി മനസ്സുകളിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതും, ഇത്രയും കുട്ടികൾ 1 രൂപ വെച്ച് നൽകുമ്പോൾ 60,000 ആളുകൾ ഡയാലിസിസ് എളുപ്പമാകും എന്നുള്ള 2 ലക്ഷ്യങ്ങളാണ് നമ്മൾ ഇതിനോട്. PTA പ്രസിഡന്റ് N. കോമളകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സ്കൂളിന്റെ മുഖ്യ രക്ഷാധികാരി K. മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ R. ശോഭനമണി, സ്കൂൾ മാനേജർ K. സുകുമാരൻ, പുനലൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D. ദിനേശൻ, വാർഡ് കൌൺസിലർ വിദ്യാ സുനിൽ, മുരളിയ ഫൗണ്ടേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ CM യോഷിത്, മാതൃസംഘം പ്രസിഡന്റ് ജയശ്രീ, EK ശശാങ്കൻ, D. സതീശൻ, റാണി S. രാഘവൻ, AR പ്രേംരാജ്, K. സജിത്, K. കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിലെ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹനെയും സ്കൂൾ രക്ഷാധികാരിയും ഈ വർഷത്തെ C. കേശവൻ മെമ്മോറിയൽ അവാർഡിന് അർഹനാവുകയും ചെയ്ത K. മുരളീധരനെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC യൂണിറ്റുകളുടെയും വിവിധ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടിയും പുഷ്പാർച്ചനയും നടത്തി.
പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ മൌണ്ട് താബോർ ദേര സെക്രട്ടറി ഫാദർ KV പോൾ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഫാത്തിമ ഖാൻ, സ്കൂൾ പ്രിൻസിപ്പൽ E പച്ചൻ എന്നിവർ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ അനുസ്മരിച്ചു. യഥാർത്ഥമായ ജീവിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ആഹ്വാനം ചെയ്ത വലിയ മനുഷ്യനായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സെന്റ് സ്റ്റീഫൻ സ്കൂൾ അങ്കണത്തിൽ നിന്നും പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയാണ് വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തത്. അധ്യാപകരായ സിനി, ബിജു, ബിനു ഡാനിയൽ, PTA പ്രസിഡന്റ് G തുളസീധരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ വക്കമുക്ക് കലാകൈരളി സാംസ്കാരിക വേദി പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. കാർഷിക സംസ്കാരത്തിൽ നിന്ന് അകന്നു പോകുന്ന കേരളീയ സമൂഹത്തിന് മികച്ച സന്ദേശം നൽകുകയാണ് പച്ചക്കറി കൃഷിയുടെ ലക്ഷ്യമെന്നും സാംസ്കാരിക വേദി പ്രവർത്തകർ അറിയിച്ചു. അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷന്റെ കാടുമൂടി കിടന്ന പ്രദേശമാണ് പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുത്തത്. കാടുമൂടി ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായിരുന്ന സിവിൽ സ്റ്റേഷൻ പരിസരം ഉപയോഗയോഗ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ കലാകൈരളി സാംസ്കാരിക വേദി തീരുമാനിക്കുകയായിരുന്നു. കാർഷിക സംസ്കാരത്തിൽ നിന്നും അകന്നുപോകുന്ന കേരളീയ സമൂഹത്തിന് മികച്ച സന്ദേശം നൽകുകയാണ് പച്ചക്കറി കൃഷിയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് കലാകൈരളി സാംസ്കാരിക വേദി പ്രവർത്തകർ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നിന്ന് കൃഷി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വിളകൾ കൃഷി ചെയ്യുന്നതിന് കൃഷിക്കാർ പിന്നോട്ട് പോവുകയും നാണ്യവിളകളിലേക്ക് അവരുടെ ശ്രദ്ധ മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ലൈവ് വാർത്ത അഞ്ചൽ. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഞ്ചൽ SI മനോജ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വാഹനാപകടങ്ങളും ട്രാഫിക് നിയമലംഘനങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അഞ്ചൽ SI CK മനോജിന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങളും നിയമപ്രശ്നങ്ങളും പൂർണ്ണമായും വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ് തൊഴിലാളികൾക്ക് വളരെയേറെ പ്രയോജനപ്രദമായിരുന്നു. ട്രാഫിക് നിയമപാലനത്തിലൂടെ സ്വന്തം ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും ഒരു പരിധിവരെ സംരക്ഷണം നൽകാമെന്നും SI CK മനോജ് വിശദീകരിച്ചു. ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ തന്നെ ചവിട്ടി നിർത്തുക, ആളെടുക്കുക. കുറേ വരുന്ന വണ്ടി ഹോൺ അടിക്കുന്നു, വലിയ വാഹനങ്ങൾ അവിടെ നിർത്തുന്നു. അതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. പക്ഷേ ഡ്രൈവർമാരെന്ന നിലയിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഒരു വാഹനം റോഡിൽ പാർക്ക് ചെയ്താലും റോഡ് സൈഡിൽ പാർക്ക് ചെയ്താലും എന്താണ് അതിന്റെ ബുദ്ധിമുട്ട് എന്നതിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഇച്ചിരി റോഡരികിലോട്ട് മാറ്റി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വരുന്ന വാഹനങ്ങൾക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ റോഡിൽ തന്നെ ചെയ്താലോ, നിങ്ങൾ ആളെ ഇറക്കി അല്ലെങ്കിൽ ആളെ കയറ്റുന്ന സമയം വരെ എന്തായിരിക്കും ഈ റോഡ് ബ്ലോക്കാക്കി തന്നെ കൊടുക്കും. അപ്പോൾ ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ വാഹനങ്ങൾ അഞ്ചൽ ടൗണിൽ കൂടെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ടൗൺ ബ്ലോക്ക് ആവും. ക്ലാസ്സിൽ 80ഓളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ പങ്കെടുത്തു. ലൈവ് വാർത്ത അഞ്ചൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസ്. എന്റെ ഇക്ക, നിങ്ങളുടെ പ്രായമുണ്ടല്ലോ TVക്ക്, ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ഓ, ഇനിയിപ്പോ ഓണമൊക്കെ ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. ഇതൊക്കെ വെറുതെ ആണെന്നേ. ദക്ഷിണേന്ത്യയിൽ 250ഓളം ശാഖകളുള്ള വൈറ്റ് മാർട്ടിലേക്ക് ലോൺ എടുക്കാൻ കൊണ്ടുചെല്ലേണ്ടത് ഇത്രമാത്രം: അഡ്രസ് പ്രൂഫ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 1 ക്യാൻസൽ ചെയ്ത ചെക്ക്. നോക്കട്ടെ. ആഹാ, നമ്മുടെ പുനലൂരുമുണ്ടല്ലോ. അപ്പൊ ഇനി TV വാങ്ങാൻ ഓണത്തിനും ക്രിസ്മസിനും ഒന്നും കാത്തു നിൽക്കണ്ടല്ലേ. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ.
sanitary and bathroom fittings, tiles, parryware, crystal bath gallery, electrical goods, fancy ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222126. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475 222663. വസ്ത്രവിപണന രംഗത്ത് ചിത്രാസ് കളക്ഷൻസ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ 3 നിലകളിലായി. റെഡിമെയ്ഡ് ഡ്രസ്സുകൾ, ഫാൻസി ഡിസൈൻ സാരികൾ, പട്ടുസാരികൾ, പാർട്ടി വെയറുകൾ, പ്രമുഖ കമ്പനികളായ DH, സീറോ, റെക്സോ, രാംരാജ്, കിറ്റെക്സ്, MCR, സിറ്റി, ഉദയം, റെജന്റ്, ഷെൽട്ടോൺ, ജോൺ നോബൽ ഷർട്ടുകളും പാന്റുകളും, വിസ്മയ, V-സ്റ്റാർ, റോഷിനി, ലിസ എന്നീ കമ്പനികളുടെ ചുരിദാർ പീസുകൾ എന്നിവയുടെ അതിശയിപ്പിക്കുന്ന കളക്ഷൻ വിലക്കുറവിലൂടെ നല്ല വസ്ത്രങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് സ്വന്തമാക്കൂ. ചിത്രാസ് കളക്ഷൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പുനലൂർ. എഴുകോൺ മാടൻകാവ് ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിലെ 100 വർഷത്തോളം പഴക്കമുള്ള ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു നീക്കി. അപകട ഭീഷണിയെ തുടർന്നാണ് മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചത്. അപകട ഭീഷണിയെ തുടർന്ന് ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു നീക്കാൻ ക്ഷേത്ര ഭരണസമിതി നിർബന്ധിതരായി. ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുവിനാൽ പ്രതിഷ്ഠ നടത്തപ്പെട്ട ക്ഷേത്രമാണ് എഴുകോൺ ജംഗ്ഷനിലെ മാടൻകാവ് ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തോട് ചേർന്ന് ദേശീയപാതയോരത്തെ സ്ഥിതി ചെയ്തിരുന്ന ആൽമരത്തിൽ 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഗണപതിയുടെ രൂപം തെളിഞ്ഞു വന്നത്. അന്നു മുതൽ ആൽത്തരത്തോട് ചേർന്ന് ഗണപതി പൂജയും നടത്തി വന്നിരുന്നു. ഈ മരത്തിന്റെ റോഡിലേക്ക് വളർന്നു നിന്ന കൊമ്പുകളാണ് മുറിച്ചു നീക്കിയത്. ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരുടെ നിർദ്ദേശപ്രകാരമാണ് ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു നീക്കിയിട്ടുള്ളത്. അത് പൊതുജനങ്ങൾ മൊത്തം പിന്നെ വില്ലേജ് ഓഫീസിൽ തഹസീൽ ഓഫീസിൽ വിളിച്ചായിരുന്നു ഒഴിവാക്കണം. ഒഴിവില്ല, കാറ്റൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞ് വണ്ടിയിട്ട് വേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യം വേണ്ടുന്നത് ഒഴിവാക്കി കൊടുക്കണം എന്ന് നിർദ്ദേശം വരുന്നതാണ്. വലിയമായി നിന്ന് ഒടിയാൻ സാധ്യതയുള്ളത് ഓട് വന്നത് കൃത്യമായി പക്ഷേ കാവിനകത്തെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണിത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഴക്കൻ വനമേഖലയിൽ വ്യാജമദ്യവും കഞ്ചാവും സുലഭം. കറവൂരിൽ 1000 ലിറ്റർ കോട പോലീസ് പിടികൂടി. പുനലൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം ആവശ്യപ്പെട്ട് സാംസ്കാരിക സമിതി സമരത്തിൽ 1ാം ഘട്ട ഒപ്പുശേഖരണത്തിൽ ആയിരങ്ങൾ പങ്കാളികളായി. അഞ്ചൽ വക്കമുക്ക് കലാകേരളി സാംസ്കാരിക വേദി പച്ചക്കറി കൃഷിയിലേക്ക്. സമൂഹത്തിന് മികച്ച സന്ദേശം നൽകിയാണ് പച്ചക്കറി കൃഷിയുടെ ലക്ഷ്യം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സന്ദർശിക്കുക www.livevarta.com. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.